ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 58-ാമത്തെ വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. ഇവിടെ ആ വാക്യം തുടങ്ങുന്നത് ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ്. ബൈബിളിൽ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ചെറിയ വാക്യം ആ കോണ്ടെക്സ്റ്റിൽ നിന്ന്, പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ഇടയിലുള്ള പല തെറ്റായ ഉപദേശങ്ങളുടെയും കാരണം ആ പശ്ചാത്തലത്തിൽ നിന്ന് എടുത്തു മാറ്റി നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട്. ഇവിടെ ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ മുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് അത് പറഞ്ഞു വന്നിട്ട് പറയണം ആകയാൽ. മുകളിൽ എന്താ പറയുന്നത്? അതിന്റെ 52-ാമത്തെ വാക്യം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. യേശുക്രിസ്തു രണ്ടാമത് വന്നിട്ട് വിശ്വാസികളായ, അത് മരിച്ച് മൺമറഞ്ഞു പോയവരും ജീവനോടെ ഇരിക്കുന്നവർക്കും എന്ത് സംഭവിക്കുമെന്ന് പറയുകയാണ്. എന്താണ്? കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആകയാൽ നിങ്ങളുടെ വേലയിൽ നിങ്ങൾ ഉത്സാഹികളാകണം. കാരണം നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ എല്ലാറ്റിനും ഒരു പ്രതിഫലം ഉണ്ട്. നമ്മുടെ കർത്താവ് വേഗത്തിൽ വരുന്നു. കർത്താവ് വേഗത്തിൽ വരുന്നു. സാത്താന്റെ തന്ത്രങ്ങളിൽ ഒന്ന് ഈ ചിന്ത, ഈ ആഗ്രഹം, ഈ ഓർമ്മ നമ്മിൽ നിന്ന് മാറ്റിക്കളയും. കർത്താവ് രണ്ടാമത് വരും. തൻ്റെ സഭയെ ചേർക്കാൻ രണ്ടാമത് വരും. സമയം കുറവായതുകൊണ്ട് വാക്യങ്ങൾ മാത്രം വായിച്ചു പോവുകയാണ്. കർത്താവ് തന്നെ അത് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ. കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. കുറച്ചു കാലം നിങ്ങൾ എന്നെ കാണുകയില്ല. ആ വാക്ക് ശ്രദ്ധിക്കുക. കുറച്ചു കാലം എന്നെ കാണുകയില്ല, വീണ്ടും നിങ്ങൾ എന്നെ കാണും. സ്വർഗത്തിലെ ദൂതന്മാരത് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 9-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യം. അവൻ ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ സ്വർഗാരോഹണം ചെയ്തു. ഒരു മേഘം അവനെ അവരുടെ കാഴ്ചയിൽ നിന്ന് മറച്ചു. അവൻ പോകുമ്പോൾ അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന്? നിങ്ങളിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് അവർ പറഞ്ഞു. സ്വർഗത്തിലെ ദൂതന്മാർ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. കർത്താവ് വീണ്ടും വരും. കർത്താവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഇവരുടെ പ്രശ്നം, ഇവർ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കർത്താവ് രണ്ടാമത് വരുമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാനല്ല കർത്താവ് പറയുന്നത്. കർത്താവ് വരുമെന്നുള്ള ഉറപ്പ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ചെയ്യേണ്ട എന്തെല്ലാം ശുശ്രൂഷകളുണ്ടോ അതെല്ലാം ചെയ്യണം. ഞാൻ തീരുമാനമെടുക്കുമ്പോൾ ഇത് ഓർത്തുകൊണ്ടുവേണം തീരുമാനം. എല്ലാ കാര്യത്തെ ഇത് സ്വാധീനിക്കണം. ഞാൻ ഇവിടെ സ്ഥിരവാസി അല്ല. ഒരു വീട് കെട്ടുമ്പോൾ എന്തോർക്കണം? ഞാനിവിടെ സ്ഥിരവാസി അല്ല. എപ്പോഴും ഈ ഓർമ്മ നമ്മെ നയിച്ചുകൊണ്ടിരിക്കണം. എന്താണ്? ഞാൻ ഈ ഭൂമിയിൽ
തൽക്കാലവാസിയാണ്. കർത്താവ് വേഗത്തിൽ വരും. ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കും. ഞാൻ ഇവിടെ തൽക്കാലവാസികളാണ്. കർത്താവ് അത് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞറിയാമോ? സ്വർഗത്തിൽ നിക്ഷേപിക്ക്, അതാണ് നിന്റെ സ്ഥലം. കർത്താവ് വീണ്ടും വരും. സ്വർഗത്തിലെ ദൂതൻ പറഞ്ഞു, അപ്പോസ്തലന്മാര് പറഞ്ഞു, ഞാൻ ബാക്കി എല്ലാം വായിക്കുന്നില്ല. പത്രോസ് പറഞ്ഞു, 1 പത്രോസ് 4:13. പൗലോസ് പറഞ്ഞു, അതാണ് നമ്മൾ ആദ്യം വായിച്ചത്, കൊരിന്ത്യർ ലേഖനം. യോഹന്നാൻ പറഞ്ഞു, 1 യോഹന്നാൻ 3:2. നമ്മുടെ കർത്താവ് വരും, മേഘങ്ങളിൽ എടുക്കപ്പെടും. യൂദ പറഞ്ഞു, വായിക്കണ്ട, യൂദ 14-15 വാക്യങ്ങൾ. അവിടെ എല്ലാം കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ഒന്ന് കർത്താവ് തന്നെ പറഞ്ഞു, സ്വർഗത്തിലെ ദൂതന്മാർ പറഞ്ഞു, അപ്പോസ്തലന്മാര് പറഞ്ഞു. നമ്മുടെ ഉള്ളിൽ ആത്മാവ് നമ്മോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഖരിയാവിന്റെ പുസ്തകം 14-ാം അധ്യായം കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് സാഹചര്യമെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും തെറ്റിക്കാൻ പിശാചിന് കർത്താവ് വീണ്ടും വരുമെന്നുള്ള അത് കളഞ്ഞാൽ. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കും. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അന്ത്യകാലത്തിന്റെ ഒരു പ്രത്യേകത, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ വാക്കുകൾ അത് പരിഹസിക്കുന്ന ഒരു തലമുറ ഉണ്ടാകും. അതായത് ദൈവത്തിന്റെ വചനം നമുക്ക് ഈ കാലഘട്ടത്തിന് പറ്റിയതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. ബൈബിളൊക്കെ അത് പറയും. അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേറ്റ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ? തുടക്കത്തിൽ സംഭവിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഇപ്പോഴും ഇരിക്കുകയല്ലേ? കർത്താവ് വരുമെന്നുള്ള വാഗ്ദത്തത്തിന് എന്ത് സംഭവിച്ചു? പരിഹാസികൾ ചോദിക്കുന്നത് എന്താണ്? കർത്താവ് ഒന്ന് വരാൻ പോകുന്നു. കർത്താവ് വരുന്നില്ലെങ്കിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകും. ഏതായാലും ചാകും. അതുകൊണ്ട് മര്യാദക്ക് ജീവിച്ചിട്ട് ചാകും. എല്ലാം ആസ്വദിച്ചിട്ട് പരിഹാസികൾ എഴുന്നേൽക്കും. ഇത് നമ്മുടെ ഉള്ളിലും സ്വാധീനമായിട്ട് വന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പരിഹാസം ഉണ്ടാകാം. ആ പരിഹാസം എങ്ങനെയാണെന്ന് അറിയാമോ? പ്രവൃത്തി. അതായത് നമ്മുടെ വാക്കിൽ നമ്മൾ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നു, ജീവിതം കൊണ്ട് അത് പറയുന്നില്ല. നമ്മുടെ നാട്ടുകാർക്ക് തോന്നുന്നില്ല നമ്മള് കർത്താവിന്റെ രണ്ടാം വരവിൽ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആ ബോധ്യം അതിന് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ വിഷയം എന്നറിയാമോ? കർത്താവിന്റെ വരവിനേക്കാൾ ആകർഷണീയമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് ഒരു സാധാരണ ഒരു മലയാളി എന്തിനു വേണ്ടി ജീവിക്കുന്നത് അറിയാമോ? കൊച്ചിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. അന്ത്യകാലത്ത് വിശ്വാസത്തിന് മങ്ങലേൽക്കും. എന്ത് വിശ്വാസം? കർത്താവ് രണ്ടാമത് വരുമെന്നുള്ള. ഞാൻ എന്തിനാ അത്രയും പറഞ്ഞത്? കർത്താവ് തന്നെ പറഞ്ഞു, ദൂതന്മാർ പറഞ്ഞു, അപ്പോസ്തലന്മാര് പറഞ്ഞു, പഴയത്തിൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? കർത്താവ് വരും, വേഗത്തിൽ വരും. കണ്ണിവയ്ക്കുന്നതിനൊടിയിൽ നമ്മൾ രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടും. കുറച്ചു കാലം നമ്മൾ ഇവിടെ ജീവിക്കുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ആത്മാർത്ഥമായി നിങ്ങൾക്ക് ദൈവത്തോട് പറയാമോ? കർത്താവേ, ഞാൻ സ്വത്തിന് വേണ്ടിയല്ലല്ലോ അങ്ങോട്ട് ചോദിക്കുന്നത്, എന്റെ കൊച്ചിന്റെ അഡ്മിഷന് വേണ്ടിയല്ലല്ലോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, എന്റെ പ്രശ്നങ്ങൾ മാറാനല്ലോ ഞാൻ അങ്ങേക്ക് വേണ്ടി ചോദിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം? പ്രിയ ദൈവമക്കളെ, എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം നമ്മുടെ കർത്താവ്. അങ്ങനെ ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ കർത്താവിനോട് നമുക്ക് ആഗ്രഹം. കർത്താവിന്റെ വരവിനോടുള്ള ആഗ്രഹം കുറയുന്നതിന്റെ തെളിവെന്ന് പറയുന്നത് കർത്താവിനോടുള്ള ആഗ്രഹം കുറഞ്ഞു. എബ്രായർക്ക് നമ്മൾ വായിക്കുന്നത്, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ.
എത്ര നാളായി ഞങ്ങൾ ആർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നങ്ങു കാത്തിരിപ്പൂ. കർത്താവ് എപ്പോ വരും? എന്റെ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും, കെട്ടിടം പണി തീർന്നില്ലെങ്കിലും, അമേരിക്കൻ വീസ പാസ്സാകാൻ റെഡി ആയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. എന്നാലും ഇതൊന്നും എന്റെ വിഷയം, അതൊക്കെ നടക്കും. അതൊന്നും നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നല്ല, അതൊക്കെ നടന്നോട്ടെ. അതൊന്നും എന്റെ കാതലായ കൊതി, ആഗ്രഹം എന്താണ്? എന്റെ പ്രാണപ്രിയൻ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്ന പരിഹാസികൾ എഴുന്നേൽക്കും. എന്നിട്ട് അവർ ചോദിക്കും, കൊല്ലം കുറയാതെ പറയാൻ തുടങ്ങിയിട്ട്, നമുക്ക് യാന്ത്രികമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു ഫുഡിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടപ്പെടാ എന്ന് പറഞ്ഞ, അതുകൊണ്ടല്ലേ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, കണ്ണി കൂടെ മൂക്കി കൂടെ ഒക്കെ മൂക്കട്ടേക്ക് ഒലിച്ച് കണ്ണീരെ കുളിച്ചോളൂ. അവനിഷ്ടമൊന്നുമില്ല. അതേ സമയത്ത് ഒരു ചോക്ലേറ്റ് കൊടുക്കുക, പറയുന്നത് തിന്നും. ഈ കൊതിയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല സഹോദരൻ. പാട്ടൊന്നും പതിവ് ഉണ്ടാകത്തില്ല. ഉണ്ടാക്കുമ്പോഴാണ് അത് കപടത വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു ചർച്ചില് ഭയങ്കര ആരാധിക്കുകയാണ്. ആരാധിച്ചുകൊണ്ടിരിക്കുക, പുറകിൽ ഒരാൾ ഡ്രം അടിച്ചുകൊണ്ടിരിക്കുക. ഈ ഡ്രം അപ്പൊ ഇയാളുടെ കൈ കൊണ്ട് ആരാധിച്ച് അലിച്ചും തട്ടിയപ്പോ തിരിഞ്ഞു കുറെ ചീത്ത. ഇതൊക്കെ എന്താ പ്രശ്നം അറിയാമോ? ഉള്ളിലില്ല, എല്ലാം പുറമേ നിന്നുള്ളതാണ്. ആ കർത്താവിനോടുള്ള ഭക്തിയും കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഉള്ളിൽ നിന്നാകുമ്പോൾ എനിക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ദൈവത്തിന്റെ വചനം പറയുന്ന എന്തിനാണ്? വചനം ഉള്ളിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ ജീവൻ ഉണ്ടാകണം. കർത്താവിനോടുള്ള ആഗ്രഹം. ഞാൻ ഈ ഭൂമിക്ക് വേണ്ടിയുള്ളവനല്ല. കർത്താവ് തൽക്കാലത്തേക്ക് ഇപ്പൊ 55 വയസ്സായി, എത്ര വരെ ഓടുന്നറിയില്ല, ഓടാനും ഇത്രയും പറഞ്ഞിട്ടുമില്ല. അത്ര ഓടിത്തീരും. എന്റെ അപ്പനാണെങ്കിൽ വളരെ നേരത്തെ ഓട്ടം നിർത്തി, 42-ാമത്തെ വയസ്സിൽ പോയി. ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നമ്മെ മുന്നോട്ട് ഇവിടെ പറയുന്നത് എന്താണ്? കർത്താവ് വരുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ കർത്താവിന്റെ പേരിൽ ഉത്സാഹികളായിരിക്കണം. നമ്മുടെ കർത്താവ് വരും. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന തലമുറയാണ്, സംസാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന തലമുറയാണ്. രണ്ടുപേര് കൂടിയ കോച്ചിന്റെ അഡ്മിഷനും കോച്ചിന്റെ എൻട്രൻസും പഠിത്തവും ഇങ്ങനെയുള്ള സംസാരങ്ങളാണ്. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവർ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്ന വാക്ക് എന്താ അറിയാമോ? പിരിയുമ്പോൾ പറയുന്ന വാക്ക് മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. എന്താ കാര്യം? അവർക്ക് ഈ ലോകത്തിൻ്റെതൊന്നും പറയാൻ അവർക്കില്ല, സന്തോഷങ്ങളില്ല. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ കർത്താവ് വരും, ഞാൻ എന്റെ വീട്ടിലേക്ക് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യും. അല്പം അപ്പം വിശപ്പിന് സ്വല്പം വെള്ളം. ഇവിടുന്ന് യാത്ര പോകുമ്പോൾ ആരെങ്കിലും ഒരു വർഷത്തേക്കുള്ള ഒരു 500 ബ്രെഡും ഒരു 10 ബാരല് വെള്ളവും, പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓർമ്മിപ്പിക്ക്. സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. 9-ാമത്തെ വാക്യം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കും. 2 പത്രോസ് 3:9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. 1986 മുമ്പിൽ കർത്താവ് വന്നിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയനെ. അപ്പൊ ദൈവം കരുണ കാണിച്ചിട്ട് അല്പം കൂടി ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ വരവ് 2 വിധത്തിൽ സംഭവിക്കും. ഒന്ന്, ഞാൻ മരിച്ചാൽ
എന്നെ സംബന്ധിച്ച് പിന്നെ ജീവിതം തീർന്നു. കർത്താവ് വന്നതിന് തുല്യമാണ്. 2, അക്ഷരാർത്ഥത്തിൽ കർത്താവ് മരണം നമുക്കാർക്കും നിശ്ചയമല്ല. എത്ര വലിയ ഡോക്ടർ ഉണ്ടെങ്കിലും, എത്ര വലിയ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും മരണം നമ്മുടെ കയ്യിലല്ല. മരണം എപ്പോ ആണെങ്കിലും വരാം. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല. ബിജു, നീ 60 വയസ്സ് വരെയും ജീവിക്കും, നിന്റെ ഇളയ മോളുടെ കല്യാണവും കണ്ടിട്ട് നീ മരിക്കും. എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. മരണം എപ്പോൾ വരുമെന്ന് നമുക്ക്, കർത്താവിന്റെ വരവ് എപ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ആഗ്രഹം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളും നുണകളും പിശാച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മള് പിശാചിന്റെ നുണകൾക്ക് ചെവി കൊടുക്കുക. പിശാചിന്റെ നുണകൾക്ക് ചെവി കൊടുക്കുക. കർത്താവ് വരും, നമ്മുടെ കർത്താവ് വരും. പിശാച് നമ്മിൽ നിന്ന് ആ ചിന്തകളെ എടുത്ത് കളയിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൗകിക കാര്യങ്ങൾ കൂടുതൽ തീക്ഷ്ണതയുള്ളവരാണ്. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നമ്മൾ മുഴുകി സമയങ്ങൾക്ക്. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ടെങ്കിൽ തിങ്കളാഴ്ച ട്യൂഷന് പോവും, ചൊവ്വാഴ്ച ട്യൂഷന് പോവും, ബുധനാഴ്ച ട്യൂഷന് പോവും, വ്യാഴാഴ്ച ട്യൂഷന് പോവും, വെള്ളിയാഴ്ച ട്യൂഷന് പോവും, ശനിയാഴ്ച ട്യൂഷന് പോവും. ഒരു ദിവസം മാറ്റി വെക്കാൻ പറ്റില്ല, ഞായറാഴ്ച ട്യൂഷൻ. കർത്താവിനെ മാറ്റി നിർത്തുക. ഞായറാഴ്ച ട്യൂഷന് പോകുന്ന കൊടുമ്പാവെന്നല്ല ജീവിക്കുന്നു. എന്നാൽ തിങ്കളാഴ്ച കർത്താവിനെ മാറ്റി വെക്കും. എന്നാൽ തിങ്കളാഴ്ച നീ ചൊവ്വാഴ്ച മാറ്റി വെക്കും. അത് പറ്റൂല. അതൊക്കെയാണ് വിഷയം. ഇതൊന്നും വലുതല്ല മക്കൾ. ഈ ലോകം നമ്മളെ പിടിച്ചു നിർത്തരുത്. ഇതൊന്നും വലിയ കാര്യങ്ങളല്ല നമ്മൾ പറയണം. മണ്ണെ പ്രതി മാണിക്യം. പിന്നെന്താ വെടിഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാട്ടിൽ മാണിക്യം വേണം, ജീവിതത്തിൽ ഒന്ന് വേണം. നേടിയതൊക്കെ നഗ്നനായി ലോകത്തിൽ വന്നു, നഗ്നനായി ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കൂടി ചുമന്നുകൊണ്ട് പാട്ടം കർത്താവിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം. അതല്ല എങ്കിൽ കർത്താവ് അക്ഷരികമായി, നമ്മുടെ കർത്താവ് നമ്മൾ അന്യോന്യം ഓർമ്മപ്പെടുത്തണം. നമ്മോട് ഓർമ്മപ്പെടുത്തണം. നമ്മൾ പാടണം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാൻ പിന്നെ കൊച്ചെങ്ങനെ സമ്പാദിക്കുന്നത്? നമ്മൾ ഈ ലോകക്കാരല്ല, താൽക്കാലികവാസികളാണ്. കിടക്കാൻ കർത്താവ് ഒരു വീട് തന്നു, കിടക്കുക. ആട് കളിക്കാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനല്ല. ഓടിക്കാനൊരു വണ്ടി തന്നു, സന്തോഷം, സ്തോത്രം. ഓടിക്ക്. ഒരു ജോലി തന്നു, സ്തോത്രം. ഇതിലൊന്നും മനസ്സ് ഉടക്കി. ഇവിടെയാണ് എനിക്ക് ധൈര്യത്തോട് പ്രസംഗിക്കാം. വേറൊരു തവണ ഇങ്ങനെ വന്ന് എന്റെ കൊച്ചിന്റെ പഠിപ്പിന്റെ ആ ഉത്സാഹം കളഞ്ഞ് ഒരു മനുഷ്യൻ ഇനി അങ്ങനെ ഇങ്ങോട്ട് കയറ്റരുത്. എന്റെ കൊച്ചു മര്യാദ പഠിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് കളക്ടറാകാൻ പറ്റിയില്ല. അവളെ കളക്ടറാക്കിയിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരണമെന്ന് വലിയ സ്വപ്നമായിരുന്നു. അത് നശിപ്പിച്ചു. പക്ഷെ എനിക്കൊരു ധൈര്യമുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോ കർത്താവ് ചോദിക്കത്തില്ല, നീ എന്തിനാണ് അവരെ ഇതൊക്കെ പഠിപ്പിച്ചത്? കുറച്ചും കൂടെ സമ്പാദിക്കാനും കുറച്ചും കൂടെ ഈ ലോകത്തെ സ്നേഹിക്കാനും പഠിപ്പിക്കേണ്ട സ്ഥാനത്ത് നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം.